കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ചെങ്ങന്നൂരിൽ എൻ.ഡി.എക്ക് 42,000 വോട്ട് കിട്ടുന്നതിൽ നിർണായക സ്വാധീനം ചെലുത്തിയ പാർട്ടിയാണ് ബി.ഡി.ജെ.എസ്. എന്നാൽ ഇതിനുശേഷം വാഗ്ദാനം ചെയ്ത ബോർഡ് കോർപ്പറേഷൻ സ്ഥാനങ്ങൾ ബി.ഡി.ജെ.എസിന് എൻ.ഡി.എ നൽകിയില്ല. ബി.ഡി.ജെ.എസ് ഇടഞ്ഞതോടെ ചെങ്ങന്നൂരിൽ ബി.ജെ.പി തെരഞ്ഞെടുപ്പ് കൺവെൻഷനും തടസ്സപ്പെട്ടു. പ്രശ്നങ്ങൾ പരിഹരിക്കാമെന്ന് ബി.ജെ.പി കേന്ദ്ര നേതൃത്വം തുഷാർ വെള്ളാപ്പള്ളിക്കും ഉറപ്പു നൽകിയിരുന്നെങ്കിലും ഇതുവരെ നടന്നില്ല. തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതോടെ പദവി സംബന്ധിച്ച് ബി.ജെ.പി തീരുമാനമെടുത്തില്ലെങ്കിൽ ചെങ്ങന്നൂരിൽ നിലപാട് കടുപ്പിക്കാനാണ് 11-അംഗ കൗൺസിൽ യോഗത്തിലൂടെ ബി.ഡി.ജെ.എസ് ഉദ്ദേശിക്കുന്നത്. കഴിഞ്ഞ തവണയാണെങ്കിൽ ബി.ജെ.പിക്ക് വേണ്ടി അങ്ങേയറ്റം വരെ നിലകൊണ്ട ഒരു പാർട്ടിയാണ് ബി.ഡി.ജെ.എസ്. പക്ഷേ ഇപ്പോൾ പല കാര്യങ്ങളിലും അഭിപ്രായ സമന്വയത്തോടു കൂടി പോകാൻ സാധിക്കുന്നില്ല. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളുമൊക്കെ ഈ വരുന്ന ചർച്ചയിൽ ഉണ്ടാകും തീർച്ചയായിട്ടും. അല്പം കാലതാമസം നേരിട്ടെങ്കിലും പ്രശ്നം പരിഹരിക്കുമെന്ന് ബി.ജെ.പി സംസ്ഥാന പ്രസിഡന്റ് കുമ്മനം രാജശേഖരൻ പറയുന്നു. അവരുടെ ചില ആവശ്യങ്ങൾ ബി.ജെ.പിയുടെ കേന്ദ്ര നേതൃത്വത്തോട് ഉന്നയിച്ചിട്ടുണ്ട്. അത് പരിഗണിക്കാമെന്ന് തന്നെയാണ് കേന്ദ്ര നേതൃത്വം പറഞ്ഞിട്ടുള്ളത്. അതിൻ്റെ ചില കാലതാമസം വന്നേക്കാം. കഴിഞ്ഞ തവണ പ്രചാരണത്തിൽ സജീവമായിരുന്ന ബി.ഡി.ജെ.എസ് ഇത്തവണ ചെങ്ങന്നൂരിൽ ഇതുവരെ പ്രചരണം പോലും ആരംഭിച്ചിട്ടില്ല. ചെങ്ങന്നൂരിൽ നിർണായക വോട്ടുകൾ കൈയാളുന്ന ബി.ഡി.ജെ.എസുമായി എൽ.ഡി.എഫും യു.ഡി.എഫും അനൌദ്യോഗിക ചർച്ചകൾ നടത്തിയിരുന്നു. ഈ സാഹചര്യത്തിൽ തങ്ങളുടെ ആവശ്യങ്ങൾ അവഗണിച്ചുകൊണ്ട് എൻ.ഡി.എക്ക് മുന്നോട്ടു പോകാൻ ആകില്ലെന്ന നിഗമനത്തിലാണ് ബി.ഡി.ജെ.എസ്. ചെങ്ങന്നൂരിൽ നിന്നും ക്യാമറമാൻ സുധീഷ് തിരുവല്ലയ്ക്കൊപ്പം പി. വിദ്യ, മാതൃഭൂമി ന്യൂസ്.